സത്താർ ഐലൻഡ് പ്രകൃതി സുന്ദരമായ വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം. പ്രദേശം സുന്ദരമാണെങ്കിലും ഇവിടെ താമസിക്കുന്ന 100-ലേറെ കുടുംബങ്ങളുടെ ജീവിതം അത്ര സുന്ദരമൊന്നുമല്ല. വർഷത്തിൽ കൂടുതൽ മാസങ്ങളിലും ഇവരുടെ വീടുകളിലേക്ക് ഈ പുഴയിൽ നിന്നും ഓരുവെള്ളം ഇരച്ചു കയറും. ഇവർക്ക് നല്ലൊരു റോഡില്ല, വാഹന സൗകര്യങ്ങളില്ല. ഇവരുടെ വീടുകളിലേക്ക് പോകുവാൻ ഞാൻ നിൽക്കുന്ന ഈ ഒരു പാലമാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. 2 ഇരുചക്ര വാഹനങ്ങൾ ഒരുമിച്ച് ഒരേ സമയം കടന്നു പോകാൻ മാത്രം സാധിക്കുന്ന പാലം. ഈ ഒരു പാലവും വൈകാതെ നിലംപതിക്കും. ഇവരുടെ ദുരിത ജീവിതം തുടരുകയാണ്. സത്താറിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ വന്നപ്പോ കാര്യങ്ങളെ കണ്ടല്ല. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മളുടെ റോഡ് സൗകര്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ആകെ ഉണ്ടായിരുന്നാണ് നമുക്ക് ഈ ഒരു പാലം. അതും ഇപ്പൊ പൊളിഞ്ഞു വീഴാറായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് PWD ആണ് ഇത് പണിതെങ്കിലും അവരെ ചെന്ന് സമീപിച്ച ഇതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ഞങ്ങൾ അവരെ ചെന്ന് സമീപിച്ചപ്പോൾ അവര് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ ആസ്തിയിൽ ഇല്ലെന്നാണ് പറയണത്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മള് പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ട് അത് പഞ്ചായത്തിന്റെ ആസ്തിയിലോട്ടാക്കി ആക്കിയാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കൂടെ ഒരു മെയിൻ്റനൻസ് ചെയ്യാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാലം തകർന്ന് താഴെ വീഴും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോൺക്രീറ്റ് ഒക്കെ അടന്ന് ഇപ്പൊ ഇതിന്റെ കമ്പിയൊക്കെ ഇപ്പൊ തന്നെ പുറത്ത് കണ്ട് ഈ കുറ്റിയുടെയൊക്കെ. അപ്പൊ പിന്നെ ഇനിയും മുന്നോട്ടത് അധികം നാള് പോകില്ല. അതുപോലെ തന്നെ ഈ കൈവരിയൊക്കെ പൊളിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ തന്നെ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഇതിന്റെ സൈഡിലേക്ക് മാറി നിൽക്കണം. അങ്ങനെ മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൈവരി ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ മറിഞ്ഞ് വെള്ളത്തിലേക്ക് പോകും. പല 1-2 പ്രാവശ്യം അങ്ങനെ പിള്ളേർ വീഴാനൊക്കെ പോയി വിടാം. അതാണിപ്പോ നിലവിലുള്ള അവസ്ഥ. ഇതാണ്. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഒരു രാഷ്ട്രീയ കക്ഷിയുള്ള അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ചിറ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ കൺസെന്റിന്റെ ഒന്നും കാര്യങ്ങൾ ആവശ്യമൊന്നുമില്ല. സംഭവം ശരി, റോഡ് പണിയണമെങ്കിൽ കൺസെന്റിന്റെ ആവശ്യം, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ചിറ കിട്ടുന്നതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലിയേറ്റ സമയം വൃശ്ചികം ആയിട്ടുണ്ടെങ്കിൽ ഉപ്പുവെള്ളം കയറി മുട്ടിനൊപ്പം വെള്ളൊരു കൊള്ളൂടാ. ഒരു വണ്ടി ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി പോലും വിളിച്ചിട്ടുണ്ടെങ്കിൽ വരില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുഴിയായിട്ട് കിടക്കുകയാണ് റോഡുകളൊക്കെ, വഴികളൊക്കെ. അപ്പൊ എത്രയും വേഗം നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങൾ ഒരുക്കി തന്നെ. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യമാണ്. അടിസ്ഥാന സൗകര്യം ഒരു വികസനവും ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ച് പറമ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു വിധത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 100-120 വീടുകളോളം ഇവിടെയുണ്ട്. അതും വീട് ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 1-2 കിലോമീറ്റർ നടന്നിട്ട് വേണം കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ. ഇത് ഒരു വെള്ളപ്പൊക്കം കൂടുന്ന സമയത്ത് ഈ പറമ്പിൽ മുഴുവൻ വെള്ളം കയറി മുങ്ങിക്കിടക്കുകയായിരിക്കുള്ളൂ. ഈ സമയത്ത് കുട്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ തന്നെ ഒരു വണ്ടി കടന്നു വരാനായിട്ട് യോഗ്യമല്ലാത്തൊരു പാലം കൂടി ആയിപ്പോയതിന്റെ പേരിൽ ഞങ്ങളുടെ ദുരവസ്ഥ ഞങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. പല സമരങ്ങളും ഇതിനു വേണ്ടിയിട്ടൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ അധികാരികളുടെ ഒരു കനിവുണ്ടായിട്ടില്ല. ഇപ്പൊ ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അന്നൊരു മോക്ഷം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഇവിടെ എല്ലാവരും ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനത്തെ വലിയ അവസ്ഥയാണ്. ഓരുവെള്ളം ശരിക്കും വീട്ടിലേക്ക് കയറുന്ന ഒരു അവസ്ഥ. വീട്ടിലേക്ക്, പല വീടുകളിലേക്കും ഒരു വെള്ളം കയറാറുണ്ട്. പിന്നെ ഒരു വെള്ളം വീട്ടിലേക്ക് കയറിയില്ലെങ്കിൽ എല്ലാവരും മുറ്റത്തും പറമ്പിലും ഒക്കെ വഴികളിലൊക്കെ ഒരു വെള്ളം എന്തായാലും ഉണ്ടാവും. ശരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് വരുമ്പോൾ വീടിനും ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പൊ എന്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പൊ ഈ നമ്മുടെ സിമെന്റ് ഒക്കെ തള്ളിപ്പോവും വേഗം. അങ്ങനെ എല്ലാ വീടുകൾക്കും ഇവിടെ വേഗം കേടുപാട് സംഭവിക്കാറുണ്ട്.